കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യാന്ത്രിക തരംഗങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ് എന്താണെന്നാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അത് നമ്മൾ പറഞ്ഞു രണ്ട് തരമുണ്ട്. ഒന്ന് അനുദൈർഘ്യ തരംഗം, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗം ട്രാൻസ്വേഴ്സ് വേവ്. അങ്ങനെ രണ്ട് തരത്തിലാണ് യാന്ത്രിക തരംഗങ്ങളുള്ളത്. എന്താണ് അനുപ്രസ്ഥ തരംഗങ്ങളെന്നും എന്താണ് അനുദൈർഘ്യ തരംഗങ്ങളെന്നും പഠിക്കാം. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു സ്ലിംഗി മേശപ്പുറത്ത് വെച്ചിട്ട് അതിൻ്റെ രണ്ട് അഗ്രങ്ങളിലും പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ കണ്ടോ ഇങ്ങനെ കുറേ ചുരുളുകളുണ്ട് ഈ സ്ലിംഗിയിൽ അല്ലേ. അതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവരെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഈ സ്ലിംഗിയുടെ ഈ ചുരുളുകൾ എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് എന്ത് ചെയ്യാണ്? പുഷ് ചെയ്യാണ്. ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? അതിൻ്റെ ഓരോ ചുരുളുകളായിട്ട് മുന്നോട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്, റിലീസ് ചെയ്യാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിങ്ങനെ ഇവിടെ ഒരു കംപ്രഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ വിട്ട് ഇതിവിടെ കുറച്ച് ചുരുളുകൾ ഒരുമിച്ചിരിക്കുന്നുണ്ട്, ഇവിടെ കുറച്ച് വിട്ടിരിക്കുന്നുണ്ട്, പിന്നെ വീണ്ടും ചുരുളുകൾ വരുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്? അതായത് ഇതെങ്ങനെ മൂവ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് അല്ലേ. ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് മൂവ് ചെയ്യണത്? ഇങ്ങനെ തന്നെയാണ് അല്ലേ. അത് കണ്ടോ, ഇങ്ങനെയാണ്. ഈ പാർട്ടിക്കിൾസും ഇങ്ങനെയാണ് മൂവ് ചെയ്യുക. അതായത് പാരലായിട്ടാണ് അതിലെ പാർട്ടിക്കിൾസിൻ്റെ മീഡിയം വൈബ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പാരലായിട്ടാണ്. അതായത് മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശ എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യാണ്? അത് പ്രസരിക്കുന്ന ആ ദിശയ്ക്ക് സമാന്തരമായാണ് എന്ത് ചെയ്യുന്നത്? കമ്പനം ചെയ്യുന്നത്. അതെ അല്ലേ. രണ്ടും എന്താണ്? ഒരേ ദിശയിലാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾ കണ്ടു, ഇങ്ങനെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനിൽ ചില ഭാഗങ്ങളിലെ ചുരുളുകൾ വിട്ടാണ് ഇരിക്കുന്നത്, ചിലപ്പോൾ എന്തുണ്ട്? കട്ടിയായിട്ട് അല്ലെങ്കിൽ അടുത്തടുത്ത് ഉരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഇവിടെ ഒരു കംപ്രഷനും ഒരു റിഫ്രാക്ഷനും നടക്കുന്നുണ്ട്. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നുണ്ട് അല്ലേ. എല്ലാം ഒരുപോലെ വരണം അല്ലേ. എല്ലാം ഒരുപോലെയാണോ വരുന്നത്? അല്ല. ചില സ്ഥലത്ത് എന്ത് വരുന്നുണ്ട്? കംപ്രഷൻ വരുന്നുണ്ട്, ചില സ്ഥലത്ത് കംപ്രഷൻ വരുന്നില്ല. അതായത് ചില സ്ഥലത്ത് പ്രഷർ കൂടുതലുണ്ട്, ചില സ്ഥലത്ത് എന്തുണ്ട്? പ്രഷർ കുറവാണ്. പ്രഷറിൽ വേരിയേഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ ഇൻ ടോട്ടൽ നമ്മൾ എന്ത് പറയും? മാധ്യമത്തിലെ കണികകൾ പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായാണ് കമ്പനം ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതാണ് അനുപ്രസ്ഥ തരംഗം എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഈ സ്ലിംഗിനെ നേരത്തെ മൂവ് ചെയ്യിച്ച പോലെയാണോ ഇപ്പം മൂവ് ചെയ്യിപ്പിക്കുന്നത്? അല്ല. ഇപ്പം എങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്? ഇങ്ങോട്ടുമാണ് മൂവ് അല്ലേ. നമ്മൾ ആ ടേബിളിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ദിശയിലാണ് എന്ത് ചെയ്യുന്നത്? അതിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ സ്ലിംഗി മറ്റേ അറ്റത്ത് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ. ഈ ഒരു അറ്റത്ത് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇതിങ്ങനെ സ്ലിംഗി എങ്ങനെ ഇരുന്നുണ്ടായിരുന്നു? ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതെന്തായി? മുകളിലോട്ടും താഴോട്ടും അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശൃംഗങ്ങളും ഗർത്തങ്ങളും, ക്രസ്റ്റും ട്രഫും ഉണ്ടാവുന്നു എന്ന് പറയുന്നത്. ഓക്കെ. കണ്ടോ? എന്ന് വെച്ചാൽ എന്താണ്? ശൃംഗങ്ങൾ അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ സാധാരണ ഉണ്ടായിരുന്നതിൽ നിന്നും എത്രമാത്രം ഹൈറ്റിലേക്ക് അത് പോയിട്ടുണ്ട്, മാക്സിമം ഹൈറ്റ്, അതാണ് എന്ത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ എന്തുമാത്രം താഴോട്ട് പോയിട്ടുണ്ട്, അതാണ് ട്രഫ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ എന്താണ് വ്യത്യാസം? ഇതിനെന്താണ്? ഇങ്ങനെയാണ് നമ്മുടെ പാർട്ടിക്കിൾ ഉള്ളത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? രണ്ടും പെർപെൻഡിക്കുലർ ആണ്, ലംബമായിട്ടാണ്. അപ്പം അതിനെയാണ് എന്ത് പറയുന്നത്? അനുപ്രസ്ഥ തരംഗം. അങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനുപ്രസ്ഥ തരംഗം എന്ന് പറയുന്നത്. അതായത് തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നു. നേരത്തെ കണ്ട പോലെ ഇങ്ങനെ നമ്മുടെ സ്ലിംഗി ഇങ്ങനെ കട്ട കുത്തി കിടക്കുന്നുണ്ട്, ഇങ്ങനെ ഇല്ല അല്ലേ. എല്ലാം ഒരുപോലെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ കംപ്രഷനും റിഫ്രാക്ഷനും ഒന്നും ഉണ്ടാവുന്നില്ല. പ്രഷറിൽ വലിയ വേരിയേഷൻസ് സംഭവിക്കുന്നില്ല. ഓക്കെ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്നതിനെയാണെന്ന് പറയുന്ന അനുപ്രസ്ഥ തരംഗങ്ങൾ. ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ. ഇനി ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏതൊക്കെയാണ് ട്രാൻസ്വേഴ്സ് വേവ്, ഏതൊക്കെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, അതായത് അനുപ്രസ്ഥ തരംഗങ്ങൾ ഏതൊക്കെയാണ്, അനുദൈർഘ്യ തരംഗങ്ങളിൽ വരുന്ന ഏതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ വായിച്ചു നോക്കാം.
പാർട്ടിക്കിൾസ് ഇൻ എ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അതായത് തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ലംബമായിട്ട് വരുന്ന എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അപ്പോൾ ഞാനിവിടെ രണ്ടിനും ടി ആണ് എന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ ഇത് കംപ്രഷൻസ് ആൻഡ് റെയർ ഫ്രാക്ഷൻസ് ആർ ഫോംഡ്. കംപ്രഷൻസും ഉണ്ട്, റെയർ ഫ്രാക്ഷൻസ് ഉണ്ട്. അതായത് ഉച്ചമർദ്ദ മേഖലകളും നീച്ചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞായിരുന്നു ആ സ്ലിങ്കിയിൽ ഇങ്ങനെ പല കട്ടുകുത്തി വരുന്നുണ്ട്, കംപ്രസ്ഡ് ആയിട്ട് വരുന്നുണ്ട്, അല്ലാതെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതിലായിരുന്നു അത്? ഏത് വേവിൻ്റെ കേസ് പറഞ്ഞപ്പോഴായിരുന്നു? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ കേസ്. അടുത്തത് പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ ദി മീഡിയം. പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ ദി മീഡിയം. പ്രഷർ വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ. കംപ്രഷനും റെയർ ഫ്രാക്ഷനും ഉള്ളപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പ്രഷറിലും വേരിയേഷൻ, അതായത് മർദ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെന്താണ്? വീണ്ടും ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ കേസാണ്. ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആർ ഫോംഡ്. ശൃംഖങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നു. അതേതിൻ്റെ കേസിലാണ്? ട്രാൻസ്വേഴ്സ് വേവിൻ്റെ. അടുത്തത് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. സമാന്തരമായിട്ടാണ് കമ്പനം ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ. ഇനി ലാസ്റ്റ് നോ പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ ദ മീഡിയം. മർദ്ദവ്യത്യാസങ്ങൾ ഉണ്ടാവുന്നില്ല. ഇതിലാണ് മറ്റേതിൽ ട്രാൻസ്വേഴ്സിൽ. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ രണ്ട് ബോക്സിലാക്കിയിട്ട് ഇതുപോലെ ഏത് ട്രാൻസ്വേഴ്സിൻ്റെ അടിയിൽ ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിൻ്റെ അടിയിൽ ലോഞ്ചിറ്റ്യൂഡിനും എഴുതുക. ഓക്കെ. ഇനി എന്താണ് നമ്മൾ കുറേ വേവ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. ഇപ്പോൾ ഈ വേവ്സിന് എന്തൊക്കെ സവിശേഷതകളുണ്ട്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ്? എന്തൊക്കെ സവിശേഷതകളാണുള്ളത്? ഒരു വേവിന് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം ദോലനം അല്ലെങ്കിൽ ഓസിലേഷനൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ഒരു വേവിനുണ്ടായിരുന്ന പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആംപ്ലിറ്റ്യൂഡ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ വേവ് അല്ലേ. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന അതിൻ്റെ പരമാവധി സ്ഥാനാന്തരം. പിന്നെ നമ്മളെന്താ പഠിച്ചത്? ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. എന്തായിരുന്നു ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് പറഞ്ഞാൽ? ഒരു സെക്കൻഡിലുണ്ടാവുന്ന ദോലനങ്ങളുടെ എണ്ണം. പീരീഡ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു ദോലനത്തിനാവശ്യമായ സമയമാണെന്ത്? പീരീഡ്. അതും നമ്മൾ പഠിച്ചു. പിന്നെ വേറെ എന്തുണ്ടായിരുന്നു? ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പോകുന്ന വേവിന് എന്തുണ്ടാവും? ഒരു സ്പീഡും ഉണ്ടാവും അല്ലേ. തരംഗ ദൈർഘ്യം ഉണ്ടാവും അല്ലേ. ഒരു തരംഗത്തിൻ്റെ എത്രമാത്രം ലെങ്ത് ഉണ്ടാവും ഒരു തരംഗത്തിന്. അപ്പോൾ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ്സ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും, അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും, അതിനൊരു പീരീഡ് ഉണ്ടാവും, അതിനൊരു വേവ് ലെങ്ത് ഉണ്ടാവും, അതിനൊരു തരംഗ വേവം അല്ലെങ്കിൽ സ്പീഡ് ഓഫ് വേവ് ഉണ്ടാവും. ഇതാണ് ഒരു വേവിൻ്റെ ഒരു ഡയഗ്രാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ആക്സിസിൽ ടൈമാണ് കൊടുത്തിട്ടുള്ളത്, ഈ ഒരു ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? സ്ഥാനാന്തരം. അപ്പോൾ നമ്മൾ പറഞ്ഞു പരമാവധി ഒരു വേവിന് ഉണ്ടാക്കാൻ പറ്റുന്ന പരമാവധി സ്ഥാനാന്തരം, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇതാണ് ഒരു വേവ് അല്ലേ. ഇവിടെ പരമാവധി ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ അല്ലേ? ഇവിടെയല്ലേ പരമാവധി ഡിസ്പ്ലേസ്മെൻറ്റ്. അതെങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്? എ. അപ്പോൾ ഇതാണ് എന്താ ഇതിൻ്റെ ആയതി, പരമാവധി സ്ഥാനാന്തരം. ഓക്കെ. അപ്പോൾ ഇതാണെന്ത്? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഏതൊക്കെ പൊസിഷനിലാണ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, പിന്നെ ഇവിടെയുണ്ട് അല്ലേ. ഇവിടെയുണ്ട്. ഓക്കെ. ഇവിടെ മുകളിലോട്ടാണ് പരമാവധി ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്, ഇവിടെ താഴോട്ടാണ് പരമാവധി ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത രണ്ടാമത്തെ സവിശേഷത എന്താണ്? അതിന് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ദോലനങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതുവരെയാണ് ഒരു സെക്കൻഡ് അല്ലേ. ഇവിടെ അല്ലേ 0.5, 1, 1.5. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ദോലനം ഉണ്ടായിട്ടുണ്ട്? ഒരു ദോലനം അല്ലെങ്കിൽ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇങ്ങനെ വരച്ച് കഴിഞ്ഞ് താഴെ പോയി മുകളിൽ വന്ന ഇത്ര ആയിക്കഴിഞ്ഞാൽ എന്തായി? ഒരു ദോലനം പൂർത്തിയായി. അപ്പോൾ നമ്മൾ ഒരു സെക്കൻഡിൽ എത്ര ദോലനം ഉണ്ടായി? ഇവിടെ
ഒരു ദോലനമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ. ഓക്കെ, ഒരു ദോലനത്തിന് ആവശ്യമായ സമയമാണെന്ത്? പീരീഡ്. അപ്പം ഇവിടെ എത്തുമ്പോഴാണ് ഒരു ദോലനമാവുന്നുള്ളൂ അല്ലേ. അപ്പോൾ എന്താണത്? പീരീഡ്. ഇതാണ് അതിൻ്റെ എന്ത്? ടൈം പീരീഡ് എന്ന് പറയുന്നത്. അടുത്തടുത്ത രണ്ട് ശൃംഖങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾ തമ്മിലുള്ള അകലത്തെയാണ് നമ്മളെന്ത് പറയുന്നത്? വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യം. അതായത് രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസോ അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ഡിഫറൻസോ. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ക്രസ്റ്റ് ആണല്ലോ. അപ്പോൾ എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത്? അതിൻ്റെ വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിനെ ഞാൻ ലാംഡ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ തരംഗദൈർഘ്യത്തിന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? ലാംഡ. അതായത് രണ്ട് ക്രസ്റ്റ്, രണ്ട് ശൃംഖങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ രണ്ട് ഗർത്തങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? അതിൻ്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് തരംഗത്തിൻ്റെ വേഗം, തരംഗവേഗം, സ്പീഡ് ഓഫ് ദി വേവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡ് കൊണ്ട് ആ തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ്. ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റും സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ഉണ്ടായിട്ടുള്ള ദോലനത്തിൻ്റെ ഗ്രാഫായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡിൽ സംഭവിച്ചു എത്ര ദൂരം, ഈ നേരത്തെ വരച്ച ഗ്രാഫല്ല, ഇത് വേറെ ഗ്രാഫാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് നേരത്തെ നമ്മൾ ടൈം വെച്ചിട്ടുള്ള ഗ്രാഫായിരുന്നു അല്ലേ. ഇപ്പോൾ ഞാൻ ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സെക്കൻഡിൽ ഈ വേവ് എത്രമാത്രം ദൂരം സഞ്ചരിച്ചു എന്നുള്ളതിൻ്റെ അളവാണെന്ത്? അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു? ഇത് നമ്മൾ മീറ്ററിലാണ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 12 മീറ്റർ എന്ത് സഞ്ചരിച്ചിട്ടുണ്ട് ഒരു സെക്കൻഡിൽ. അപ്പോൾ ഇതിൻ്റെ വേഗം എത്രയാണ്? 12 മീറ്ററാണ്. നമ്മൾ തരംഗവേഗത്തെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റിലാണ് പറയാറ്. ഓക്കെ, ഇത് അടുത്തൊരു ഗ്രാഫാണ് ഞാൻ വരച്ചിട്ടുള്ളത്. കുറച്ച് അത്ര ഭംഗിയായിട്ടില്ല, എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ഡിസ്റ്റൻസും സ്ഥാനാന്തരവും തമ്മിലാണ് ഗ്രാഫ് വരച്ചിട്ടുള്ളത്. ഒരു സെക്കൻഡിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ രണ്ടും സഞ്ചരിച്ചിട്ടുള്ളത് എന്താണ്? 8 വരെയാണ് അല്ലേ. അപ്പോൾ എന്താണ്? ഇവർ സഞ്ചരിച്ചിട്ടുള്ള ദൂരം സെയിം ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? തരംഗവേഗം അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദി വേവ് ഈസ് കോൺസ്റ്റൻറ്റ്. ഒരു സെക്കൻഡിൽ ആദ്യത്തെ വേവിൻ്റെ കേസിൽ എത്ര ഓസിലേഷൻസ് അല്ലെങ്കിൽ എത്രയാണ് ആദ്യത്തെ കേസിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ഫ്രീക്വൻസി അല്ലേ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു വേവ്, ഇവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോൾ 2 വേവ്. എഫ് എത്രയാണ്? 2 ആണ്. ഓക്കെ, ലാംഡ എത്രയാണ്? 2 ക്രസ്റ്റ്. ഇത് വരച്ചപ്പോൾ കയറി ഇറങ്ങി പോയതാണ്, നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരുപോലെ വരയ്ക്കണം കേട്ടോ. ഇതാണ് ലാംഡ എന്ന് പറയുന്നത് അല്ലേ. 5 - 1 അല്ലേ. ലാംഡ എത്രയാണ്? 4 ആണ്. എത്ര ദൂരം സഞ്ചരിച്ചു? ഞാൻ ഇതിനെ വി എന്ന് പറഞ്ഞാൽ കൊടുക്കണേ എന്ന് വിചാരിച്ചു. എത്ര ദൂരം സഞ്ചരിച്ചു? 8 മീറ്റർ ദൂരമാണ് സഞ്ചരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു സെക്കൻഡിൽ 8 മീറ്റർ ദൂരമാണ് സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ വി എത്രയാണ്? ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരമാണല്ലോ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? 8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ഈ ഒരു കേസിലെടുക്കാം. ഇതൊരു സെക്കൻഡിൽ എത്ര ദോലനം ഉണ്ടായി? ഇവിടുന്ന് 1, 2, 3, 4. F = 4. എത്രയാണ്? ഇതാണ് ലാംഡ അല്ലേ. 2.5 - 0.5 2 ഹെഡ്സ്. ഓക്കെ, 2. അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡിൽ എത്ര സഞ്ചരിച്ചു? വി എന്ന് പറയുന്നത് രണ്ടിടത്തും എന്താണ്? ഒരേപോലെയാണ്. അപ്പം ഞാനിതിനൊന്നും ഇങ്ങോട്ട് മാറ്റി എഴുതി നോക്കാം. ആദ്യത്തെ വേവിൻ്റെ കേസിൽ എഫ് എന്ന് പറയുന്നത് 2 ഹെഡ്സ് ആയിരുന്നു. ലാംഡ എന്ന് പറയുന്നത് 4 മീറ്റർ ആയിരുന്നു. സ്പീഡ് ഓഫ് ദി വേവ് എന്ന് പറയുന്നത് 8 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. രണ്ടാമത്തെ വേവിൻ്റെ കേസിൽ എഫ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 4 ഹെഡ്സ് ആയിരുന്നു.
ലാംഡ എന്ന് പറയുന്നത് 2 മീറ്റർ ആയിരുന്നു, വി എന്ന് പറയുന്നത് അപ്പോഴും 8 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഫീൽ ചെയ്തിരുന്നോ? ഇവിടെ ഫ്രീക്വൻസി കുറവായിരുന്നു, അപ്പോൾ ലാംഡ എന്തായിരുന്നു? കൂടുതലായിരുന്നു. ഇവിടെ ഫ്രീക്വൻസി കൂടിയപ്പോൾ ലാംഡ എന്ത് ചെയ്തു? കുറഞ്ഞു. ദാറ്റ് ഈസ് എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലാംഡ. അതായത് ലാംഡ കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയുന്നു. രണ്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഓക്കെ. പിന്നെ നിങ്ങൾ രണ്ടിടത്തും ശ്രദ്ധിച്ചൊരു കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 4x2 ആണെന്ത്? 8. ഇവിടെയും 4x2 ആണെന്ത്? 8. അതായത് വി എന്ന് പറയുന്ന സ്പീഡ് ഓഫ് ദി വേവ് ഫ്രീക്വൻസിയുടെയും വേവ് ലെങ്തിൻ്റെയും പ്രൊഡക്റ്റാണ്, ഗുണനഫലമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. നിങ്ങൾ എപ്പോഴൊക്കെ ഫിസിക്സ് പഠിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഉപയോഗം വരുന്ന ഇക്വേഷനാണ് വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ. അതായത് സ്പീഡ് ഓഫ് ദി വേവ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയുടെയും വേവ് ലെങ്തിൻ്റെയും ഗുണനഫലമാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റാണ്. ഓക്കെ, വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ഇത് വെച്ചിട്ട് ഇഷ്ടംപോലെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ.